ഏപ്രിൽ 3 മുതൽ 9 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ ഇന്ന് തന്നെ സന്ദർശിക്കൂ. നിങ്ങളുടെ സ്വപ്ന ദിനത്തിനായുള്ള ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ. ജനങ്ങൾ നേരിടുന്ന ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ സംസ്ഥാനത്ത് UDF ഭരണം തിരികെ വരണമെന്ന പ്രിയങ്ക ഗാന്ധി MP എടക്കരയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിമർശനങ്ങളെ നേരിടാൻ കഴിയാത്ത നരേന്ദ്രമോദിയും പിണറായി വിജയനും ജനങ്ങളിൽ ഭയം നിറക്കുകയാണെന്നും അവർ ഭീരുക്കളായ ഭരണാധികാരികളാണെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത്. എന്നാൽ പിണറായി വിജയനെതിരെ ഒരു അന്വേഷണം നടത്താൻ പോലും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ലെന്നും ഇത് ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ തെളിവാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. നിലമ്പൂരിലെ ക്ഷീരകർഷകർ, കുംഭാരന്മാർ എന്നിവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കാട്ടുമൃഗശല്യം പരിഹരിച്ച് കൃഷിയെ സംരക്ഷിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ മുൻപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓച്ചാനിച്ചു നിൽക്കുകയാണ്. 9,000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിർബന്ധപൂർവ്വം നമ്മൾ അമേരിക്കയിൽ നിന്നും വാങ്ങണം. ഇന്ത്യ പെട്രോൾ എവിടെ നിന്ന് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണെന്നും ഇതിന് ഉത്തരവാദി നരേന്ദ്രമോദി മാത്രമാണെന്നും അവർ പറഞ്ഞു. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് അത്. It's a chance to show the rest of the country that you want accountable leaders. നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ മറ്റുള്ള സംസ്ഥാനങ്ങളോട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നതാണ്. ഈ ജനത ആവശ്യപ്പെടുന്നത് ജനങ്ങളോട് ഉത്തരം പറയുന്ന ഒരു നേതൃത്വത്തെയാണ് ആവശ്യം എന്ന് മറ്റ് സംസ്ഥാനങ്ങളോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. That you are fed up of politics that wants to make you fight, fed up of politics of self-serving leadership, and you want a politics for development, for a stronger future. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന നേതൃത്വത്തെ കൊണ്ട് നിങ്ങൾ മടുത്തിരിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിയാത്ത നേതൃത്വത്തെ കൊണ്ട് നിങ്ങൾ മടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കുന്ന ഈ നാടിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു നേതൃത്വം വേണം എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള സമയമാണ്. Governments cannot be run by fear, but there has to be fear in the hearts of every representative, every politician and every leader when he comes in front of the public. And that fear has to be a fear of accountability. That if I don't do this, I will be asked a question. I will not be elected again. That fear must be there in the hearts of all of us here on this stage. And it is your duty and your responsibility towards your children, towards your state and towards your country to instill that fear into the hearts of all those who represent you. സർക്കാരുകൾ ഭയം കൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഭയമായിരിക്കരുത് സർക്കാരിന്റെ ജനങ്ങളോടുള്ള സമീപനം. പക്ഷേ ആ സർക്കാരിനെ നയിക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ ഭയമുണ്ടാവണം. ആ ഭയം ഞങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ട് എന്നും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ഭയമായിരിക്കണം. ആ നേതൃത്വത്തെ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് പോലും ജനങ്ങളോട് ആ ഉത്തരം പറയേണ്ടി വരുന്ന ഭയം അവരുടെ മനസ്സിനകത്തുണ്ടാക്കാൻ നമുക്ക് കഴിയണം. It should be very, very clear to each one of us that it is your power that we are privileged and honored to be able to use to help you. This power does not belong to us. It belongs to you. നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്ന അധികാരം, ആ അധികാരവും അല്ലെങ്കിൽ സവിശേഷമായ കാര്യങ്ങളും അതെല്ലാം നിങ്ങളുടെ അധികാരത്തിൽ നിന്ന്, നിങ്ങളുടെ കരുത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്നുള്ള കൃത്യമായ ബോധ്യം വേണം. നിങ്ങളുടെ മുന്നിലാണ്, നിങ്ങളുടെ കരുത്താണ് ഈ നാടിനെയും ഈ നേതാക്കന്മാരെയും നയിക്കുന്നത് എന്നുള്ള ബോധ്യം വേണം. And you will see this reflected in the UDF policies. അത് നിങ്ങൾക്ക് ഈ UDFന്റെ മുന്നോട്ട് വെക്കുന്ന നയങ്ങളിൽ ആ ഭയം, ആ ജനങ്ങളോടുള്ള ഭയം പ്രതിഫലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. In Rajasthan, when there was a Congress government, 25 lakh rupees of health insurance was given to every household. So even if you had if you had cancer, a very serious disease, your cure up to 25 lakhs was taken care of by the government and you could get that treatment for free, even if it was a surgery. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നമ്മൾ അവതരിപ്പിച്ച ഒരു ഇൻഷുറൻസ് ഉണ്ട്, സമഗ്ര ഇൻഷുറൻസ്. ഏത് ഒരു അസുഖം, ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം കുടുംബത്തിലുണ്ടായാൽ അവരുടെ ചികിത്സാ ചെലവുകൾ മുഴുവൻ അത് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി അത് നമ്മൾ രാജസ്ഥാനിൽ നടപ്പാക്കി കാണിച്ചിട്ടുണ്ട്. This is a policy that shows understanding and it shows compassion and it shows clarity that your money should be in your hands.
So, as part of our 5 guarantees here in Kerala, this is our first guarantee that every household will get 25 lakhs of health insurance for and to cover any kind of medical cure and assistance. അത് ആ നയത്തിൽ സർക്കാരുകളുടെ സഹാനുഭൂതിയുള്ള കരുണയുള്ള നയമായിരിക്കണം അത്. അതുകൊണ്ട് UDF അധികാരത്തിലേക്ക് വന്നാൽ നമ്മൾ നൽകുന്ന ഗ്യാരണ്ടികളിൽ ആദ്യത്തെ ഗ്യാരണ്ടിയായി ഒരു കുടുംബത്തിന് അവർക്ക് ചികിത്സയ്ക്ക് പോകേണ്ടി വന്നാൽ ഒരു വർഷം 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് അവർക്ക് ലഭ്യമാക്കുമെന്ന് നമ്മൾ ആദ്യത്തെ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്നു. Second guarantee is that if any young man or woman wants to start a small business, it's very difficult today. Where does he get that initial amount to start any small little business of his own? So the second guarantee is that if ജനങ്ങളുടെ കരുത്തിൽ നിന്നാണ് തങ്ങൾക്ക് അധികാരം ലഭിക്കുന്നതെന്ന് ഭരണാധികാരികൾ ഓർക്കണം. UDF നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന 5 ഇന പദ്ധതികളും വേദിയിൽ പ്രഖ്യാപിച്ച ശേഷമാണ് പ്രഭാഷണം അവസാനിപ്പിച്ചത്. സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത്, PV അബ്ദുൽ വഹാബ് MP, AP അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്നി തോമസ്, തോപ്പിൽ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സിമാംബ്ര, CH ഇക്ബാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.